ഇന്നലെ മോഹൻലാൽ വന്ന എപ്പിസോഡ് നല്ല കിടിലൻ എപ്പിസോഡായിരുന്നു കേട്ടോ. കാരണം എല്ലാവർക്കും, പ്രത്യേകിച്ച് അൻവറിന് ആ ഒരു പേര് വിളിച്ചതിൻ്റെ പേരിൽ നല്ല വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വാണിംഗും കൊടുത്തിട്ടുണ്ട്. പിന്നെ അനീഷിനോട് എല്ലാ മെമ്പേഴ്സും പെരുമാറുന്നതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് രേണുസുധിയുടെ ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് നോമിനേഷനിൽ വന്നിട്ടുണ്ട് എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അത് സംഭവം ഷെഡ്യൂളാക്കി വെച്ച വീഡിയോ ആവാനാണ് ചാൻസ്. അപ്പോൾ അങ്ങനെ ഒരിക്കലും എന്താ പറയുക ചെയ്യരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ മുൻപത്തെ സീസണിൽ ഋഷി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇത്രത്തോളം അങ്ങോട്ടൊരു വൈറലായിട്ടില്ല. ഒന്നാമത് രേണുസുധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഇടാൻ കാത്തുത്തിരിക്കുകയാണ്. അത്ര എന്താ പറയുക പെട്ടെന്ന് വൈറലാവുന്നൊരു ആളാണ് കേട്ടോ രേണുസുധി. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ അറിയില്ല, ഇനി അങ്ങനെ ചെയ്യൂല എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ വിചാരിച്ചത്ര സ്ട്രോങ്ങിലൊന്നും മോഹൻലാൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ രേണുസുധീൻ്റെ ആ ഒരു എന്താ പറയുക ഡ്രാമ. കാരണം വെച്ചാൽ ക്യാമറയിൽ നോക്കിയിട്ട് പറയുന്നുണ്ട് കസിനോട് അങ്ങനെ ചെയ്യരുത് എന്നുള്ളത്. 10 തവണ ഏത്തടലൊക്കെ. പക്ഷെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുറച്ചൊരു ഡ്രാമ ക്യൂനാണോ എന്ന് തോന്നും കേട്ടോ രേണുസുധീൻ്റെ ആ ഒരു കളിയൊക്കെ കാണുമ്പോഴേ. കാരണം ആളത് ഒരു മുഴ മുന്നേ എറിഞ്ഞതാവാനാണ് ചാൻസ്. അപ്പോൾ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇനി ഇതുപോലത്തെ വീഡിയോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴും അത്ര ഒരു ഉറപ്പിൽ രേണുസുധിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ചിലപ്പം രണ്ടാമത്തെ സീസൺ അല്ല അതിനിപ്പം സെക്കൻഡ് നോമിനേഷൻ്റെതും അങ്ങനെയും വീഡിയോ ഉണ്ടാവാൻ മതിയോ. അപ്പോൾ അതാണ് ആ ഒരു ക്യാമറയിൽ നോക്കിയിട്ട് കസിനോട് പറയുന്നത് ഇനി ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളത്. കാരണം ആൾ ഹൗസിലേക്ക് വരുമ്പോൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടോ നോമിനേഷനിൽ വരാമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒക്കെ ഇങ്ങനെ പബ്ലിക് ആക്കണം എന്നുള്ളത് സ്കെഡ്യൂളാക്കി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അതിനുള്ളൊരു അടവായിട്ടാണ് കേട്ടോ എനിക്ക് ആ ക്യാമറ നോക്കി സംസാരിക്കുന്നത് കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ സത്യത്തിൽ ആ ഏത്തടെന്നൊക്കെ കണ്ടപ്പോൾ ചിരി വന്നു. കാരണം എന്താ വെച്ചാൽ ചില ആൾക്കാരൊരു വിചാരമാണ്. കാരണം അവർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ, മറ്റുള്ളവർക്കൊന്നും ബുദ്ധിയില്ല എന്നുള്ളത്. കാരണം ആ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു മുഖത്ത് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ. ഇതപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്ത് വെച്ചത് തന്നെയാണ്. അപ്പോൾ രേണുസുധിക്ക് ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹൗസിൽ നിന്ന് പുറത്ത് പോകുന്നത് നല്ലോണം പേടിയുണ്ട്. അപ്പോൾ ആൾ വീഡിയോ ചെയ്ത് വെച്ചിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.